സഞ്ജുട്ടാ, എന്താ ബേബി? ഞാനൊരു കാര്യം പറഞ്ഞ സഞ്ജുട്ടൻ ഗൗരവത്തോടെ കേൾക്കണം. ഈ വീട്ടില് നമുക്ക് അധികകാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ശരിയാ, AC ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ല. അതല്ല സഞ്ജുട്ടാ, പിന്നെ നമ്മൾ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഗിരിയേട്ടനെ അപമാനിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മളെ എല്ലാവരും ഒരു അഭയാർത്ഥിയെ പോലെയാ കണക്കാക്കുന്നത്. എത്ര നാളെന്ന് കരുതിയാ നമ്മൾ സഹിക്കുക. അതുകൊണ്ട് സഞ്ജുവേട്ടൻ ഗോപാൽജി വിളിച്ചൊന്ന് സംസാരിക്കണം. അദ്ദേഹം എന്തെങ്കിലും അയവ് കാണിച്ച് നമ്മളെ തിരിച്ചു കയറ്റി എല്ലാം ശരിയാവില്ലേ? അത് ഒരിക്കലും നടക്കില്ല ബേബി. ശാലിനി ഇപ്പൊ ഡാഡിയുടെ അടുത്ത് നന്നായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ ഡാഡിയോട് എന്ത് പറഞ്ഞാലും അവൾ അതിനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കും. പിന്നെ അതെനിക്ക് ദോഷമാവും. അപ്പോ നമുക്കിനി ഒരിക്കലും അവിടെ കയറാൻ പറ്റില്ലേ? എന്നാര് പറഞ്ഞു? നമ്മൾ കുറച്ച് കാത്തിരുന്നാൽ മാത്രം മതി. ശാലിനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റും. അപ്പൊ ഡാഡി അവളെ കുറ്റപ്പെടുത്തും. വീണ്ടും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഡാഡി ചിന്തിക്കും. അപ്പോ എനിക്ക് അവിടെ ഇറങ്ങി കളിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? ശാലിനി എല്ലാം നന്നായി തന്നെ കൊണ്ടുപോയാലോ? ഏയ്, ഒരബദ്ധം ആർക്കും പറ്റും. പ്രത്യേകിച്ചും ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോ. ഇത്രയും ബ്രില്യൻ്റായ എനിക്ക് തന്നെ എത്ര തവണ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നോ? അപ്പോ സഞ്ജുവേട്ടൻ അവൾ അബദ്ധം കാണിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ പോവാണോ? അതെ, വേറെ വഴിയില്ലല്ലോ. ഞങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. അല്ല ബേബി, ഞാനാ ഓർഡർ ചെയ്തേ. ആന്റി, എനിക്ക് ഇവിടുത്തെ ഭക്ഷണം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഒരു മന്തി ഓർഡർ ചെയ്തു. ആന്റി എന്റെ കാശും കൊടുത്തേക്ക്. ഇവന്റെ കയ്യിൽ അതിനുള്ള കാശ് പോലും ഇല്ലേ? ശല്യം. എത്രയായി? 510. നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ഗൗരമേ, ഗൗരമേ, നിന്നെ വിളിച്ചപ്പോ നീ വരുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. അതെന്താ ഗൗരിയമ്മേ? ഗൗരിയമ്മ വിളിച്ചാൽ ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ ഓടിയെത്തുമെന്ന് അറിയില്ലേ? എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയപ്പോ പലതും പറഞ്ഞായിരുന്നല്ലോ. ഗൗരിയമ്മയ്ക്ക് എന്നെ ചീത്ത വിളിക്കാനും തല്ലാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കില്ലെന്ന് ഗൗരിയമ്മയ്ക്ക് അറിയില്ലേ? എന്തുപറ്റി? ഗൗരിയമ്മ നല്ല ടെൻഷനിലാണല്ലോ. എന്റെ ടെൻഷനില്ല, മുകുന്ദനെ കുറിച്ച് ഓർത്തിട്ടാ. അവനെന്തുപറ്റി? കഴിഞ്ഞ കുറെ ദിവസമായി അവൻ നല്ല ടെൻഷനില്ല. ആരെയും അവൻ പേടിക്കുന്നുണ്ട് മോനെ. അവനെ ഇങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനുള്ളപ്പോ അവനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഗോപാലിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പിണക്ക് സംഭവിച്ചില്ലേ? നിങ്ങൾ തമ്മിൽ ഇപ്പൊ പണ്ടത്തെ പോലെ സംസാരമൊന്നുമില്ലല്ലോ. അവനും അകൽച്ച തോന്നി കാണും. എത്ര അകൽച്ച തോന്നിയാലും ഞാൻ അവന്റെ വിളിപ്പുറത്തുണ്ടല്ലോ. അവന് സാധാരണ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം പറയുന്ന നിന്നോടല്ലേ. അപ്പൊ നീ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം അവന് നന്നായിട്ടുണ്ട്. അവനത് പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോനെ, അവൻ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിന്നോട് പറയാൻ പറ്റാത്തതുകൊണ്ട് അവനത് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ അവനെ കൊണ്ടത് കൂട്ടിയേ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അവൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടും. എന്തിനാ ഗൗരിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനുള്ളപ്പോ അവൻ എന്ത് പറ്റാന്?